സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കിവരാം അതിവേഗത്തിൽ. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ആനി രാജയെ തിരുത്തി ബിനോയ് വിശ്വം. CPIയുടെ നിലപാട് പറയേണ്ടത് സംസ്ഥാന നേതൃത്വം. CPIക്കും CPIM-നും തമ്മിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും ബിനോയ് വിശ്വം. സിനിമാ മേഖലയിലെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് LDF സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ബൃന്ദ കാരാട്ട്. സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടെ അജണ്ട തിരിച്ചറിയണമെന്നും ബൃന്ദ കാരാട്ട്. നടിയുടെ പരാതിയിൽ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ്. തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി. തൃശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘമാവും കേസ് അന്വേഷിക്കുക. ഏഴുപേർക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ കൊച്ചി മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് ദേശീയ വനിതാ കമ്മീഷന്റെ നിർദ്ദേശം. ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച് സംവിധായകൻ ആഷിഖ് അബു. നിലപാടിന്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടുമാണ് രാജിവെക്കുന്നതെന്ന് ആഷിഖ് അബു. അതേസമയം ആഷിഖ് അബുവിന്റെ രാജിയിൽ ഒന്നും സംഭവിക്കില്ലെന്നും ഫെഫ്ക വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചു. പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ടൗൺഷിപ്പ് പദവി നൽകുമെന്ന് മന്ത്രി പി രാജീവ്. കേരളത്തിലെ വ്യവസായ മേഖലയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന പദ്ധതിയെന്നും രാജീവ്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 1 മാസം. താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കി സ്ഥിര പുനരധിവാസ പദ്ധതികളിലേക്ക് സംസ്ഥാന സർക്കാർ. ധനസഹായം ഇനിയും പ്രഖ്യാപിക്കാതെ കേന്ദ്രം. ഉരുൾപൊട്ടലിൽ ഉച്ചവരെയും ജീപ്പും നഷ്ടപ്പെട്ട ചൂരൽമലയിലെ അനീഷിന് പുതിയ ജീപ്പ് കൈമാറി DYFI. മഹാരാഷ്ട്ര ശിവാജി പ്രതിമ തകർന്നതിൽ മാപ്പ് ചോദിച്ചു മോദി. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് പ്രതിമ പൊളിഞ്ഞു വീണത് ഉദ്ഘാടനം നടന്ന 8 മാസങ്ങൾക്കുള്ളിൽ. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധന വിലക്ക് തുടരുന്നു. അടുത്ത 7 ദിവസം മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. പാരാലിമ്പിക്സിൽ ഷൂട്ടിംഗിൽ മെഡൽ വേട്ട തുടങ്ങി ഇന്ത്യ. അവനി ലഖേരയ്ക്ക് സ്വർണം, മോന അഗർവാളിന് വെങ്കലം. തേർഡ് ജെൻഡർ ഓപ്ഷൻ ഇല്ലാത്തതിനാൽ പാൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള ഹർജി കളക്ടർ നൽകുന്ന ട്രാൻസ്ജെൻഡർ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റുകൾ മതിയായ രേഖയായി പരിഗണിക്കുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായി മാർ തോമസ് തറയിലിനെ പ്രഖ്യാപിച്ചു. സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്ന ചടങ്ങിലാണ് പുതിയ മെത്രോപൊലീത്തയെ പ്രഖ്യാപിച്ചത്. ഗുജറാത്തിൽ ലിഫ്റ്റ് അപകടത്തിൽ കോട്ടയം സ്വദേശിക്ക് ദാരുണാന്ത്യം. ബിസിനസ് ആവശ്യങ്ങൾക്കായി സൂറത്തിലെത്തിയ രഞ്ജിത്ത് ബാബുവാണ് താമസിച്ചിരുന്ന ഹോട്ടലിലെ ലിഫ്റ്റിൽ കയറുന്നതിനിടെ 6ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചത്. ഭൗതിക ശരീരം മുംബൈ വഴി വിമാനമാർഗം ജന്മനാട്ടിലെത്തിക്കും. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ തട്ടുകടയിൽ നിന്നും വാങ്ങിയ ഉള്ളിവടയിൽ സിഗരറ്റ് കുറ്റി കണ്ടതായി പരാതി. കൊറ്റംകുടി സ്വദേശി ജീവൻ പി മാത്യു വാങ്ങിയ ഉള്ളിവടയിലാണ് സിഗരറ്റ് കുറ്റി കണ്ടെത്തിയത്. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിനും പോലീസിനും പരാതി നൽകി. വയനാട് ദുരന്ത ബാധിതരിൽ നിന്ന് ബാങ്കുകൾ EMI ഈടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി നിർദ്ദേശം. ബാങ്കുകൾ EMI ഈടാക്കിയെങ്കിൽ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകണം. ദുരന്ത ബാധിതർക്കൊപ്പം നിൽക്കാൻ ബാങ്കുകൾക്ക് ഭരണഘടനാ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി.
മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് എംഎൽഎയുടെ പ്രതിഷേധം. എസ്പിയുടെ വസതിക്ക് മുന്നിൽ പി.വി. അൻവർ എംഎൽഎ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പരാതി കിട്ടിയിട്ടും നടപടി സ്വീകരിക്കാത്ത മലപ്പുറം എസ്പിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അന്വേഷണം കോടതി നിരീക്ഷണത്തിൽ വേണമെന്നും എംഎൽഎ. കേരളത്തിൽ ഇനി ഫുട്ബോൾ ലീഗിന്റെ ആവേശം. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ സെപ്റ്റംബർ 7-ന് തുടങ്ങും. കേരളത്തിന്റെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗാണിത്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് കിക്ക് ഓഫ്. കോഴിക്കോട് കാരപ്പറമ്പ് ഹോമിയോ മെഡിക്കൽ കോളേജിന് നേരെ കല്ലേറ്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പ്രിൻസിപ്പൽ നടക്കാവ് പോലീസിൽ പരാതി നൽകി. വയനാടിനായി 46 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾ 2 ദിവസത്തിനുള്ളിൽ സമാഹരിച്ചത് 20.05 കോടി രൂപ. അയൽക്കൂട്ട അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ചത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന തുക. തദ്ദേശ മന്ത്രി എം.പി. രാജേഷ് വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന് ചെക്ക് കൈമാറി. ഗുജറാത്തിലെ സൂററ്റിൽ ലിഫ്റ്റ് അപകടത്തിൽ മലയാളി മരിച്ചു. കോട്ടയം കുടമാളൂർ സ്വദേശി രഞ്ജിത്ത് ബാബുവാണ് മരിച്ചത്. ഹോട്ടലിലെ ലിഫ്റ്റിന്റെ പിറ്റിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. കോഴിക്കോട് നാദാപുരത്ത് കെഎസ്ആർടിസിയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച അപകടം. നാദാപുരം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ വിദ്യാർത്ഥികളടക്കം 40 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.പി. രാജേഷിനെതിരെ കൈക്കൂലി ആരോപണം. പയ്യാമ്പലം ശ്മശാന നടത്തിപ്പിലെ അഴിമതിക്ക് കൂട്ടുനിന്നതിന് 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷാണ് ആരോപണം ഉന്നയിച്ചത്. കാസർഗോഡ് കാറിൽ കടത്തുകയായിരുന്ന 3000 സിഗരറ്റുകൾ പോലീസ് പിടികൂടി. മഞ്ചേശ്വരം സ്വദേശികളായ 2 പേരെ കാസർഗോഡ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ തദ്ദേശ അദാലത്തിൽ ഇതുവരെ 552 പരാതികൾ തീർപ്പാക്കിയെന്ന് മന്ത്രി എം.പി. രാജേഷ്. ഇതിൽ 497 പരാതിക്കാർക്ക് അനുകൂലമായാണ് തീർപ്പാക്കിയത്. 52 പരാതികൾ നിരസിച്ചുവെന്നും മന്ത്രി. വിലങ്ങാട് ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാണെന്നും ദുരന്തഭൂമിയിൽ പഠനം തുടരുമെന്നും നിയമസഭാ പരിസ്ഥിതി ഉപസമിതി. ദുരന്തബാധിതർക്ക് എല്ലാവിധ നഷ്ടപരിഹാരവും ഉറപ്പാക്കുമെന്നും സമിതി ഉറപ്പു നൽകി. പുനരധിവാസത്തിന്റെ ഭാഗമായി 2 ആഴ്ചയ്ക്കകം NIT സംഘവും സ്ഥലത്ത് പരിശോധന നടത്തും. തിരുവനന്തപുരം കാട്ടാക്കട മിനി സിവിൽ സ്റ്റേഷന് സമീപത്ത് കാറിൽ കഞ്ചാവ് കടത്തിയ 2 പേർ പിടിയിൽ. പാലോട് സ്വദേശി അനൂപ്, പനവൂർ സ്വദേശി രാജീവ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വർഷത്തെ ദേശീയ കായിക ദിനം തലശ്ശേരി ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ മെമ്മോറിയൽ സ്റ്റേഡിയത്തിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ IAS പരിപാടി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിയിലെ പ്രമുഖ ക്ലബ്ബുകളായ ടെലി ഫിറ്റ്നസിലെയും യങ്സ്റ്റാറിലെയും അംഗങ്ങൾ പങ്കുചേർന്നു. വയനാടിനായി കൊല്ലം നെടുമൺകാവ് പൊതുവേദി 79,500 രൂപ സ്വരൂപിച്ചു. നെടുമൺകാവ് പൊതുവേദി സ്വരൂപിച്ച തുക ജി. സുന്ദരേശന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. മികച്ച ക്ഷീരസംഘങ്ങൾക്ക് മലബാർ മിൽമ അവാർഡുകൾ നൽകി. മിൽമ ചെയർമാൻ KS മണി പുരസ്കാരം വിതരണം ചെയ്തു. മലബാർ മിൽമയുടെ പ്രവർത്തന പരിധിയിലെ 1200 ആനന്ദ് മാതൃകാ ക്ഷീരസംഘങ്ങളിൽ നിന്നും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ഷീരസംഘങ്ങൾക്കാണ് അവാർഡ് നൽകിയത്. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരം നടൻ മോഹൻലാലിന്. ശനിയാഴ്ച വൈകിട്ട് നിശാഗന്ധിയിൽ നടക്കുന്ന ശ്രീമോഹനം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം കൈമാറും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ
ശ്രീകുമാരൻ തമ്പി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. ഡിജിറ്റൽ സർവകലാശാലയുടെ രണ്ടാമത് ബിരുദദാന ചടങ്ങ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. വൈജ്ഞാനിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന അക്കാദമിക് പ്രവർത്തനങ്ങളിലൂടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള രാജ്യത്തിന് മാതൃകയായി മാറുകയാണെന്ന് ഗവർണർ. പള്ളിവാസൽ വിപുലീകരണ ജലവൈദ്യുതി പദ്ധതിയിലും തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയിലും മെക്കാനിക്കൽ സ്പിന്നിംഗ് വിജയകരമായി പൂർത്തീകരിച്ചു. പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ 30 മെഗാവാട്ട് ശേഷിയുള്ള ആദ്യ ജനറേറ്ററാണ് ബുധനാഴ്ച പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ചത്. സംസ്ഥാനത്തെ കരിയർ നയം താമസിയാതെ പ്രഖ്യാപിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന കപ്പാസിറ്റി ബിൽഡിംഗ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ജില്ലാ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സഹകരണ സംഘത്തിന് കീഴിലുള്ള NG കമ്മത്ത് സ്മാരക സഹകരണ പ്രസിൽ ക്ലോത്ത് പ്രിന്റിംഗ് ആൻഡ് ഡിജിറ്റൽ യൂണിറ്റ് ആരംഭിച്ചു. പരിപാടി CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് TMA കരീം അധ്യക്ഷനായി. എയർ ഇന്ത്യ എക്സ്പ്രസിന് 10 ലക്ഷം രൂപ പിഴയിട്ട് വ്യോമയാന ഡയറക്ടറേറ്റ്. റദ്ദാക്കിയ വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടിയിരുന്നവർക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. മണിപ്പൂരിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ സെക്താവാങ് ലേക്കായി മേഖലയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ പിടികൂടി. 3 ഇൻസാസ് തോക്കുകൾ, 2 AK-56 മാഗസിനുകൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവയാണ് കണ്ടെത്തിയത്. നാരായൺപൂരിൽ സുരക്ഷാ സേനയും നക്സലൈറ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. അബുജംദ് വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. മേഖലയിലെ ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് ഇന്ത്യയുടെ ജനസംഖ്യ വളർച്ചാ നിരക്കിനേക്കാൾ അധികമെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട്. പ്രതിവർഷം ആകെ ആത്മഹത്യകളുടെ എണ്ണം 2% വർദ്ധിച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ ആത്മഹത്യയിൽ 4% വർധനവെന്ന് റിപ്പോർട്ട്. പിതാവിന്റെ അസുഖം മാറ്റാനെന്ന വ്യാജേന നടന്ന മന്ത്രവാദ ചടങ്ങിനിടെ 12-കാരിയെ ബലാത്സംഗം ചെയ്ത 52-കാരൻ അറസ്റ്റിൽ. സംഭവം നോർത്ത് ഡൽഹിയിലെ കഞ്ച്വാലയിൽ. മറാത്തി സിനിമാ സംവിധായിക സ്വപ്ന ജോഷിയുടെ വീട്ടിൽ കയറിയ കള്ളനെ തുരത്തി വളർത്തുപൂച്ച. കള്ളൻ കയറിയത് മനസ്സിലായതോടെ വളർത്തുപൂച്ച കരഞ്ഞ് വീട്ടുകാരെ വിളിച്ചുണർത്തി. പൂച്ചയുടെ ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയെങ്കിലും കള്ളൻ രക്ഷപ്പെട്ടു. ഓൺലൈൻ പാസ്പോർട്ട് സേവനങ്ങൾ 5 ദിവസത്തേക്ക് തടസ്സപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ. പാസ്പോർട്ടിനായി അപേക്ഷകൾ നൽകാനുള്ള പോർട്ടലിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് സേവനങ്ങൾ തടസ്സപ്പെടുക. ജമ്മു കശ്മീരിൽ ഇരട്ട ഏറ്റുമുട്ടൽ, 2 ഇടങ്ങളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി സൈന്യം. സംഭവം വടക്കൻ കശ്മീരിലെ കുപ്വാര ജില്ലയിൽ. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിൽ 9 പേരെ കൊന്ന ചെന്നായിയെ വനം വകുപ്പ് പിടികൂടി. 8 കുട്ടികളും ഒരു വൃദ്ധയും അടക്കമുള്ളവരാണ് ചെന്നായിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ചെന്നായി അകപ്പെടുകയായിരുന്നു. അയൽവാസിയായ 15-കാരന്റെ നഗ്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത 2 പേർക്കെതിരെ കേസ്. മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലാണ് സംഭവം. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പൊളാരിസ് ദൗത്യം 30ലേക്ക് മാറ്റുന്നതായി സ്പേസ് എക്സ്. മിഷൻ കമാൻഡർ ജേഡ് ഐസക്മാൻ, മിഷൻ പൈലറ്റ് സ്കോട്ട് പെറ്റിറ്റ് മിഷൻ എന്നിവരാണ് ബഹിരാകാശ സഞ്ചാരികൾ.
കുടിയേറ്റ വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുന്ന കാനഡ സർക്കാരിന്റെ ഫെഡറൽ നയത്തിനെതിരെ പ്രതിഷേധവുമായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ. നിയമനിർമ്മാണ സഭയ്ക്ക് മുന്നിലും മാനിറ്റോബ, ബ്രിട്ടീഷ് കൊളംബിയ തുടങ്ങിയ മേഖലകളിലും പ്രതിഷേധമുയർന്നു. ഇറാനിൽ വാതക ചോർച്ചയെ തുടർന്ന് 2 റവല്യൂഷണറി ഗാർഡുകൾ കൊല്ലപ്പെട്ടു. ഇറാന്റെ മധ്യപ്രവിശ്യയിലുള്ള ഇസഫാനിലെ ഗാർഡിന്റെ വർക്ക്ഷോപ്പിലാണ് വാതക ചോർച്ചയുണ്ടായത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവം കേസിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരിലുള്ള കുറ്റം പുതുക്കി നൽകി. സ്പെഷ്യൽ കോൺസൽ ജാക്ക് സ്മിത്താണ് കുറ്റാരോപണങ്ങൾ കൃത്യമായി നിർവചിച്ചും അനുബന്ധ തെളിവുകളോടെയും കേസ് പുതുക്കി സമർപ്പിച്ചത്. പാകിസ്ഥാനിലെ 41%-ലധികം സ്ത്രീകൾ വിളർച്ച അനുഭവിക്കുന്നുണ്ടെന്ന റിപ്പോർട്ട്. പാകിസ്ഥാൻ ദിനപത്രമായ ഡോണാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. 14.4% പേർക്ക് ഭാരക്കുറവും 24% ആളുകൾക്ക് അധിക ഭാരവുമെന്നാണ് റിപ്പോർട്ടിൽ. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 10 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റെഡ് ക്രസന്റ് വക്താവ്. ആക്രമണത്തിൽ 15 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. GCC യൂറോപ്പ് റോഡ് റെയിൽ ശൃംഖലയുമായി ബന്ധപ്പെട്ട നിർണായക യോഗം തുർക്കിയിൽ. പദ്ധതിയിൽ നിക്ഷേപത്തിന് കൂടുതൽ രാജ്യങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചതായി തുർക്കി ഗതാഗത മന്ത്രി. മാംഗോ ഹൈപ്പർ ആഫ്രോ ഏഷ്യൻ സോക്കർ ടൂർണമെന്റ് ഓഗസ്റ്റ് 30-31 തീയതികളിൽ കുവൈറ്റിൽ നടക്കുമെന്ന് ഭാരവാഹികൾ. 24ഓളം പ്രമുഖ അറബ്, ഏഷ്യൻ, ആഫ്രിക്കൻ സെവൻസ് ഫുട്ബോൾ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.